സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. സുവിശേഷം പറയാൻ പോയിടാം, എൻ്റെ രക്ഷകനെ പറയാൻ പോയിടാം. ലോകം മുഴുവൻ പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ലോകം മുഴുവൻ പോയി ദുഃഖിതരോട്, രോഗികളോട് രക്ഷകനെ പറയാം, നിത്യജീവൻ പറയാം. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കളെ തരേണമേ, ആത്മക്കളെ തരേണമേ. ആത്മക്കൾ കൂടെയവനെ, ആത്മക്കൾ കൂടെയവനെ, ആത്മക്കളെ തരേണമേ, ആത്മക്കളെ തരേണമേ. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. ടി വി പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസങ്ങളെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സുവിശേഷം കേട്ടപ്പോഴാണ് നമ്മൾ യേശുവിനെ കർത്താവെന്ന് പറയുവാനിടയായത്. യഥാർത്ഥത്തിൽ ദൈവജനം നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവെന്ന് ആർക്കും പറയാനായി കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചലിച്ചതുകൊണ്ടാണ്, അതായത് ദൈവശബ്ദമാണ് നമ്മൾ പറയാനിടയായത് യേശു കർത്താവെന്ന്. എൻ്റെ ഉള്ളിൽ ആ വിശ്വാസം വന്നത് പരിശുദ്ധാത്മാവിനാലാണ്. യഥാർത്ഥത്തിൽ അതിനൊരു പ്രവചന ശബ്ദമായി തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളും പ്രവചനാത്മാവിലാണ് ചിലത് സംസാരിക്കുന്നത്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ യേശുവിനെ ശ്രദ്ധിച്ചോണ ഞാൻ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ട് സുവിശേഷം കേട്ടിട്ട് യേശു കർത്താവാന്ന് പറയുവോ? സുവിശേഷം കേട്ടപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? യേശുവിനെ കർത്താവ് എന്താ പറഞ്ഞത്? യേശുവിനെ സുവിശേഷം കേട്ടപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞേ? എന്ന് നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞത് സുവിശേഷം കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ടപ്പോൾ എന്നിൽ ആദ്യം ഉണ്ടായത് പ്രവചന ശബ്ദമാണ്. ആത്മാവിൽ നിന്ന് ഞാൻ പറയുക, ഇവൻ ക്രിസ്തുവാണ്. ആമേൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ സൺലേ? എന്ന് പറയാമോ ഞാൻ പറഞ്ഞ എന്താണ്? നാം സുവിശേഷം കേട്ടപ്പോൾ ആദ്യം നമ്മുടെ അകത്തുണ്ടായത് യേശുവിനെ കർത്താവ് എന്ന് പറയുക എന്നുള്ളത്. സുവിശേഷം കേട്ടപ്പോൾ നമ്മളിൽ ഒരു വീണ്ടും ജനനം ഉണ്ടായി. വീണ്ടും ജനനം ഉണ്ടായപ്പോൾ ആത്മാവിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇത് ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ ആ നിമിഷം മുതൽ ഒരു പ്രവചനാത്മാവിന്റെ ശക്തി ചലിക്കുന്നുണ്ട്. ഓ, എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുക്കാൻ കർത്താവേ. ആമേൻ. ഒന്ന് ചേർന്ന് കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ സോളി, പുതിയ ബിഗിനിങ്ങിൽ എൻ്റെ ഉള്ളിൽ വരുന്നത് പ്രവചനത്തിന്റെ ശബ്ദമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്. ആ നിമിഷം മുതൽ നിങ്ങൾക്ക് കർത്താവിനെ കേൾക്കാം. നിങ്ങൾ കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് കർത്താവിനെ കേൾക്കാം. ആ നിമിഷം മുതൽ കർത്താവിനെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പ്രവചനത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് പറയാൻ പറ്റും. ആമേൻ. ഒരു നല്ല ആമേൻ പറഞ്ഞു. ഞാൻ താഴോട്ട് നിങ്ങളൊന്ന് കൊണ്ടുപോകട്ടെ. നിങ്ങൾ നേരെ താഴോട്ട് വായിച്ചാല് മനോഹരമായൊരു കാര്യങ്ങൾ കാണാം. വേദപുസ്തകം ദൈവം തെരഞ്ഞെടുത്ത ഓരോ വ്യക്തിയോട് നോക്കാവോ? തെരഞ്ഞെടുക്കുന്ന ഓരോരുത്തരും ഒന്ന് പരിശോധിക്കാം. നമുക്കത് ആദാമിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അല്ലെ 3-ാം അധ്യായം വായിക്കുമ്പോൾ ആദാം ദൈവത്തിൽ നിന്ന് കേട്ട് സംസാരിക്കുന്ന കേൾക്കാം. ഇനി നേരെ 6-ാം അധ്യായത്തിലേക്ക് വരാം.
വേദപുസ്തകം പറയുന്നത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 6-ാം അധ്യായം 8-ാം വാക്യം. അതിന്റെ 13-ാം വാക്യത്തിലേക്ക് കൃപ ലഭിച്ച നോഹ ആദ്യം കേൾക്കുന്നത് ദൈവ ശബ്ദമാണ്. ഒന്ന് കൈകളടിച്ചാൽ ഒരു ആമേൻ പറയാത്തത് എന്താ? അപ്പൊ കൃപ ലഭിച്ചാൽ ആദ്യം അയാൾ കേൾക്കുന്നത് എന്തുവാ? നിങ്ങൾ ആരും എന്നെ കൈ അടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. പക്ഷെ ഇത് നമ്മുടെ തലയിലില്ല. നമ്മുടെ തലയിൽ ഇങ്ങനൊരു സാധനമില്ല. കൃപ ലഭിച്ച രോഗശാന്തി നമുക്ക് തലയിലുണ്ട്. കൃപ ലഭിച്ച വിടുതൽ നമ്മുടെ തലയിലുണ്ട്. കൃപ ലഭിച്ച സൗഖ്യം നമ്മുടെ തലയിലുണ്ട്. കൃപ ലഭിച്ചാൽ അത്ഭുതമുണ്ട്. കൃപ ലഭിച്ചാൽ പാപത്തിൽ നിന്ന് മോചനമുണ്ട്. പക്ഷെ കൃപ ലഭിച്ചാൽ ഏറ്റവും ആദ്യം ഉണ്ടാകുക ശബ്ദം കേൾക്കാൻ പറ്റും. എന്നെ സോളി കൃപ. ഇപ്പൊ നമ്മൾ കൃപ പ്രസംഗിക്കുന്ന ആളുകളാണ്. നമ്മൾ കൃപ ലഭിച്ചാൽ എന്ത് കിട്ടും? പാപമോചനം കിട്ടും. കൃപ ലഭിച്ചാൽ എന്ത് ചെയ്യും? പാപത്തെ ജയിക്കാൻ പറ്റും. അത് ശരിയാണ്. പക്ഷെ കൃപ ലഭിച്ചാൽ ആ നിമിഷം മുതൽ ദൈവത്തെ കേൾക്കാൻ പറ്റും. ഓ അപ്പൊ കൃപ ലഭിച്ചവർക്ക് എന്ത് ലഭിക്കാം? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന്റെ പേര് ആ പ്രവചനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരുടെങ്കിലും മേൽ കൃപ വന്നാൽ ആ നിമിഷം മുതൽ കേൾക്കാൻ തുടങ്ങുകയാ. അയാൾ കേൾക്കാൻ തുടങ്ങുകയാ. നിങ്ങൾ ആരും മൗനമായിരിക്കരുത്. നിങ്ങൾ ആരെങ്കിലും കൃപ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയണേ, ഇന്നു മുതൽ ഞാൻ കേൾക്കുകയാണ്, ദൈവത്തെ കേൾക്കുകയാണ്, ദൈവശബ്ദം കേൾക്കുകയാണ്, ദൈവശബ്ദം കേൾക്കുകയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, കൃപയുടെ ഫ്രീക്വൻസി എന്നിൽ ഏറ്റവും ആദ്യം തരുന്നത് ദൈവശബ്ദോ. ഒന്നുകൂടെ പറയട്ടെ, കൃപയുടെ ഫ്രീക്വൻസി എന്നിലേക്ക് ഏറ്റവും ആദ്യം കൊണ്ടിരുന്നത് എന്തുവാ? ആണ്. ഇത് ഭയങ്കര കാര്യമാണ്. ഇത് എനിക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ ഈ വാക്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുക. അപ്പോ മനുഷ്യന്റെ മേൽ ദൈവം കൃപ പകർന്നത്, ശ്രദ്ധിച്ചോണേ, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നതാണ് മനുഷ്യന്റെ മേൽ ദൈവം കൃപ പകരാൻ കാരണം. എന്തിനു വേണ്ടിയാ? തിരിച്ച് ദൈവത്തോട് അടുക്കാൻ. ദൈവത്തോട് അടുക്കുന്നതിന് കൃപ. നോക്ക, ദൈവത്തിന്റെ അടുപ്പ് അർഹിക്കാതെ ദൈവം കൊടുക്കുവോ? അതുവരെ കമ്മ്യൂണിക്കേഷനിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ആ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാറിയപ്പോ ദൈവം കൃപ പകർന്നിട്ട് വീണ്ടും അവനെ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവന്നു. അതാണ് റിസ്റ്റോറേഷൻ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനുഷ്യൻ തന്റെ കൃപയിൽ നിന്ന് പാപം ചെയ്ത് മനുഷ്യൻ എന്ത് ചെയ്തു? പാപം ചെയ്തിട്ട് എന്ത് ചെയ്തു? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അകന്നുപോയ മനുഷ്യന്റെ മേൽ ദൈവം എന്ത് ചെയ്തു? കൃപ പകർന്നു. എന്തിനു വേണ്ടിയിട്ടാ? കണ്ടോ, വളരെ വലിയ കാര്യം. മനുഷ്യന്റെ ദൈവത്തിന്റെ ഉദ്ദേശം, അൾട്ടിമേറ്റ് ഉദ്ദേശം നിന്റെ രോഗസൗഖ്യമാണോ, നിന്റെ അത്ഭുതമാണോ? അതിനേക്കാൾ എല്ലാം വലുത് നീയും ദൈവം നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയാണ്. ഓ ലവ് യു ജീസസ്. അപ്പോഴാ പറയുന്നത് എല്ലാവർക്കും പ്രവചനം കേൾക്കാൻ ഒക്കത്തില്ല, എല്ലാവർക്കും ദൈവം അങ്ങനെ പരിപാടിയില്ല. തെറ്റാണ്. നിങ്ങൾ എല്ലാവർക്കും കർത്താവിനെ കേൾക്കാം, എല്ലാവരും കർത്താവിനാൽ നിറയാം. അതിനാ കൃപ പകർന്നത്. അങ്ങേ സ്നേഹിപ്പാനീ ജീവൻ പോരായേ, അങ്ങേ പാടുവാൻ ഈ നാവും പോരായേ, അങ്ങേ സ്നേഹിപ്പാനീ ജീവൻ പോരായേ, അങ്ങേ പാടുവാൻ ഈ നാവും പോരായേ. ഒരിക്കൽ കൂടെ, അങ്ങേ സ്നേഹിപ്പാൻ ഈ ജീവൻ പോരായേ, അങ്ങേ പാടുവാൻ ഈ നാവും പോരായേ. ഓ കൃപയാൽ കൃപയാൽ നിലനിന്നത് എങ്ങനെ പറഞ്ഞാൽ തീരും. ഓ കൃപയാൽ കൃപയാൽ നിലനിന്നത് എങ്ങനെ പറഞ്ഞാൽ തീരും. എങ്ങനെയാ പറഞ്ഞാ തീരുന്നേ? ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നോടൊന്ന് പറഞ്ഞേ, ദൈവം സകല മനുഷ്യർക്കുമുള്ള ദൈവകൃപ ഉദിച്ചിരിക്കുകയാ. എല്ലാവരും പറ, ആ കൃപ എന്നിലേക്ക് വരുമ്പോ ഏറ്റവും ആദ്യം റിസ്റ്റോർ ആകുന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ആമേൻ. എല്ലാവരും പറഞ്ഞേ, ദൈവമായിട്ടുള്ള ബന്ധമാണ്. ദൈവമായിട്ടുള്ള ബന്ധം റിസ്റ്റോർ ആയാൽ ആദ്യ അനുഭവം കർത്താവിനെ കേൾക്കാൻ പറ്റും. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവമായിട്ടുള്ള ബന്ധം റിസ്റ്റോർ ആയാൽ ആദ്യ അനുഭവം പറ, കർത്താവിനെ കേൾക്കാൻ കഴിയും. അവരൊക്കെ പറ, എന്താണ്? കർത്താവിനെ കേൾക്കാൻ കഴിയും. എന്ന് അടുത്തിരിക്കുന്നവരോട് പറ, എനിക്ക് കർത്താവിനെ കേൾക്കാം, എനിക്ക് കർത്താവിനെ കേൾക്കാം.
ഒന്ന് വായി തുറന്ന് പറ, എനിക്ക് കർത്താവിനെ കേൾക്കാം. കർത്താവിനെ കേൾക്കാം. ഞാൻ കൃപയിലാണ് എന്ന് പറയുന്ന ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? അവരുടെ കരം ഒന്ന് ഉയർത്തി കാണിക്കാവോ? എനിക്ക് ദൈവം കൃപ വന്നിരിക്കുവോ? ഉണ്ടോടാ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൃപ പകർന്നതിന്റെ ഉദ്ദേശം എന്തുവോ? റീകണക്ട് വിത്ത് ഫാദർ ഗാഡ്. ആമേൻ. ഹല്ലേലൂയ. ഇത് ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുക, പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിൻ്റെ അംബാസഡറായി നിന്നുകൊണ്ട്, ക്രിസ്തുവിന് പകരക്കാരനായി നിന്നുകൊണ്ട് പിതാവിനോട് നിരന്നുകൊള്ളുവാൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ കൃപയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, കൃപയുടെ ശുശ്രൂഷ ചെയ്യുന്നത് ഞാനും പിതാവിലേക്ക് തിരിച്ചു വരികയാണ്, പിതാവുമായുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു വായിൽ അങ്ങോട്ട് സംസാരിക്കുന്ന ഇങ്ങോട്ട് കേൾക്കാതിരിക്കുന്നതല്ല. പകരം കൃപ എന്നിൽ പകർന്നാൽ എനിക്ക് ദൈവത്തെ കേൾക്കാൻ കഴിയും. ആമേൻ. കൃപ എന്നിൽ പകർന്നാൽ എനിക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും. ഒന്ന് പറ, കൃപ എന്നിൽ പകർന്നാൽ എനിക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, അപ്പൊ ദൈവം തെരഞ്ഞെടുക്കുന്ന ഓരോ ആളിനോടും ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ബിഗിനിങ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടാട്ടെ, തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ദൈവം സംസാരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നമ്മൾക്ക് സംശയം വരും കേട്ടോ, എനിക്ക് കേൾക്കുന്നില്ല, അപ്പൊ എന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് ഞാൻ തീർത്തോളാവേ. മെല്ലെ എൻ്റെ കൂടെ വരണേ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അപ്പോൾ നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. അടുത്ത് നമ്മൾ തെരഞ്ഞെടുത്ത ഒരാളെ കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 12:1 യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് എങ്ങനെയാ? സംസാരിച്ച് തുടങ്ങുകയാ. ഒന്ന് പറഞ്ഞേ. തെരഞ്ഞെടുപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് ദൈവം സംസാരിച്ച് തുടങ്ങുകയാ. നിങ്ങളെന്താ കൈയടിക്കാത്തെ? ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുപ്പു എന്ന് പറഞ്ഞാൽ ദൈവമായി സംസാരിച്ചു തുടങ്ങുന്നതിനെയാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ. ഇത് കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റാ ഞാൻ പറഞ്ഞ. അടുത്ത ആഴ്ച വേണമെങ്കിൽ ഒന്നും കൂടെ വിശദീകരിക്കാൻ ഞാൻ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഒന്ന് പറഞ്ഞ സോളി, ആ സംസാരിച്ചു തുടങ്ങുന്നതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ദൈവം ആരെങ്കിലും തെരഞ്ഞെടുക്കുന്നത് സംസാരിക്കാതെയാണോ? ഐ ഡോണ്ട് നോ ദാറ്റ്. ദൈവം ആരോടെങ്കിലും സംസാരിക്കാതെ അവരെ തെരഞ്ഞെടുക്കുവോ? അപ്പൊ എൻ്റെ അകത്ത് ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് തോന്നുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്നിലേക്ക് വന്ന ദിവസമോ? ഒന്ന് കൈ അടിച്ചു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത് തന്നെ അവനോട് സംസാരിച്ചുകൊണ്ടാണ്. ആമേൻ. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറരുത്. ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത് തന്നെ എങ്ങനെയാ? സംസാരിച്ചുകൊണ്ട്, സുവിശേഷത്തിലൂടെ സംസാരിച്ചുകൊണ്ട്, ശുശ്രൂഷകരിലൂടെ സംസാരിച്ചുകൊണ്ട്, വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ട്, ആത്മാവിലൂടെ സംസാരിച്ചുകൊണ്ടാണ് ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത് പോലും. പക്ഷേ തെരഞ്ഞെടുത്ത ആളുകൾ പറയുന്നത് എന്നോട് ദൈവം സംസാരിക്കുന്നില്ലെന്നാണ്. എവിടോ പ്രശ്നമുണ്ട്. ദൈവം സംസാരിച്ചു തുടങ്ങുന്ന ഒരാൾ മാത്രമേ തെരഞ്ഞെടുക്കപ്പെടത്തുള്ളൂ. പക്ഷെ തെരഞ്ഞെടുത്ത ആള് പറയുന്നത് എന്തുവാ? എന്നോട് സംസാരിക്കുന്നില്ലെന്നാ. എവിടെ ഒരു പ്രശ്നമില്ലേ? ദൈവം തെരഞ്ഞെടുക്കുന്നത് തന്നെ സംസാരിച്ചുകൊണ്ടാ. യേശുവിന്റെ ശിഷ്യന്മാരെ ദൈവം തെരഞ്ഞെടുത്തു. എങ്ങനെയാ തെരഞ്ഞെടുത്തേ? എന്റെ ഭാഷയിൽ പറഞ്ഞ ഓരോരുത്തരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ശിമോനെ, നീ ഇനി മുതൽ ശിമോനല്ല കേട്ടോ, നീ ആരായിന്? നിന്റെ പേര് കേഫ എന്നാകും. ഒന്ന് കൈയടിക്കാത്ത എന്താ നിങ്ങള്? ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത് സംസാരിച്ചോടെ തെരഞ്ഞെടുത്തത്. ദൈവം സംസാരിക്കാതെ തെരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം ബൈബിളിൽ? അങ്ങനെയില്ല. അപ്പൊ എന്റെ തെരഞ്ഞെടുപ്പിനകത്ത് ഇൻബിൽറ്റഡ് ആയിട്ട് എന്തോ ഉണ്ട്? ദൈവത്തിന്റെ ശബ്ദമുണ്ട്. എന്റെ തെരഞ്ഞെടുപ്പിനകത്ത് ഇൻബിൽറ്റഡ് ആയിട്ട് എന്തോ ഉണ്ട്? ദൈവത്തിന്റെ ശബ്ദമുണ്ട്. നമ്മൾ പറയുന്ന തെരഞ്ഞെടുത്തു, ഞാൻ ദൈവത്തിന്റെ വേലയാ ചെയ്യുന്നത്, ഞാൻ ദൈവത്തിനോടൊപ്പമോ, പക്ഷെ എന്നോട് ദൈവം സംസാരിക്കുന്നില്ല. എവിടോ പ്രശ്നമില്ലേ? തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? ദൈവം സംസാരിച്ചോണ്ടോ? ലേവി ചുങ്കസ്ഥലത്തിരിക്കുമ്പോ കർത്താവിനോട് പറഞ്ഞു, ലേവി, ഇന്നു മുതൽ നീ എന്നെ അനുഗമിക്കേ. തെരഞ്ഞെടുത്തോ?
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സക്കാവോസ് എന്ന് പറയുന്ന സക്കായി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മരത്തിന് മുകളിൽ ഇരിക്കുക. സക്കായി പറയുക, സക്കായിയെ ഇറങ്ങുക, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കേണ്ടതായിരുന്നു. തെരഞ്ഞെടുത്തോ? നിങ്ങളെന്താ ആമേൻ പറയാത്തെ? ലുദിയയുടെ ഭവനത്തിലേക്ക് ഇതാ പൗലോസ് കയറി ചെല്ലുന്നു. ഹൃദയം തുറന്നു, അവൾ സുവിശേഷം കേട്ടു, അവൾ രക്ഷിക്കപ്പെട്ടു. തെരഞ്ഞെടുത്തതാ. ഒന്ന് കൈ അടിച്ചു ആമീൻ പറഞ്ഞേ. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. തെരഞ്ഞെടുത്തതാ. കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ എന്താ നിന്നോട് ചെയ്യേണ്ടതെന്ന് ദമാസ്കസിൽ ചെന്നിട്ട് പറയാം, അങ്ങോട്ട് പോ. തെരഞ്ഞെടുത്തതാ. അപ്പൊ ദൈവം തെരഞ്ഞെടുക്കുന്ന ആളിനോട് ആ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഹി വിൽ സ്റ്റാർട്ട് ടു സ്പീക്ക്. അവൻ സംസാരിക്കും. എവിടെയോ പ്രശ്നമുണ്ടെന്നേ. നമ്മുടെ മനസ്സിനകത്ത് എവിടെയോ ഇതിനൊന്നും നമ്മൾ എവിടെയോ തെരഞ്ഞെടുപ്പ്, ദൈവശബ്ദം, അതിനൊന്നും പ്രയോറിറ്റി ഇല്ലാതെയായി സഭയിൽ പ്രയോറിറ്റി ഉള്ളത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ. അതിനായി പ്രയോറിറ്റി. അതിന് പ്രയോറിറ്റി വേണം കേട്ടോ. അതിൻ്റെതായ പ്രയോറിറ്റി അതിന് വേണം. അത്ഭുതങ്ങൾ കാണുമ്പോഴാണ് ദൈവം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ആ ദൈവം ഉണ്ടെന്ന് മനസ്സിലായിട്ട് ആരെങ്കിലും അവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാ ദൈവത്തിന് അവനോട് സംസാരിക്കാൻ പറ്റുന്നേ. ഞാൻ അവന്റെ കൃപയിലാ. ഒന്ന് പറഞ്ഞേ, ഞാൻ അവന്റെ കൃപയിലാ. ഒന്ന് ശബ്ദകീർത്തി പറ, ഞാൻ അവന്റെ കൃപയിലാ. അവൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുവോ? അവൻ എന്നോട് സംസാരിച്ചതാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെടാൻ കാരണം. ഒന്ന് ചാടി ഒരു ആമേൻ പറ. അവൻ എന്നോട് സംസാരിച്ചതാണ് ഞാൻ തെരഞ്ഞെടുത്തത്. പക്ഷെ ആ സംസാരിച്ചതാണ് എന്നതിനെ നമ്മൾ ഗ്രഹിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതിനെ സെപ്പറേറ്റ് ചെയ്തില്ല. അത് ദൈവം എന്നോട് ഇടപെട്ടതാണ്. അതിന്റെ കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടും ലോകപ്രകാരമാണ് ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിട്ടും ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യന്റെ മേൽ കൃപ വന്ന ആ നാള് മുതൽ എന്ത് ചെയ്യാം? കൃപ വന്നു, കൃപ ലഭിച്ചു, തെരഞ്ഞെടുത്തു. കൃപ, കൃപ, തെരഞ്ഞെടുപ്പ്, കൃപ, തെരഞ്ഞെടുപ്പ്. രണ്ട് വേർപിരിക്കാൻ ഒക്കത്തില്ല. സകല മനുഷ്യരുടെ മേലുമുള്ള ദൈവകൃപ ഉദിച്ചു. ഒന്ന് പറഞ്ഞേ, സകല മനുഷ്യരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. ഓരോരുത്തരും ക്യൂവിൽ നിൽക്കുക. എന്റെ ക്യൂവിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഏമേന്ന് കൈ അടിച്ചു ആമേൻ പറ. എന്റെ വീട്ടിൽ എന്റെ അമ്മയെ ആദ്യം തെരഞ്ഞെടുത്ത്, അമ്മയിലൂടെ എന്നെ തെരഞ്ഞെടുത്തു, എന്നിലൂടെ എന്റെ പെങ്ങന്മാരെ തെരഞ്ഞെടുത്തു, പെങ്ങന്മാരിലൂടെ അത് കഴിയുന്നതിന്റെ പപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു, പെങ്ങന്മാരിലൂടെ എൻ്റെ അളിയന്മാരെ ദൈവം തൊട്ടു, എൻ്റെ അളിയന്മാരിലൂടെ അളിയന്മാരുടെ വീടുകളെ തൊട്ടു. അത് കഴിഞ്ഞില്ല, അത് നേരെ അമ്മയിലൂടെ അമ്മയുടെ ബന്ധുക്കളിലേക്ക് പോയി. ക്യൂല. സകല മനുഷ്യർക്കുമുള്ള ദൈവകൃപ ഉദിച്ചപ്പോ എന്നെ ദൈവം തെരഞ്ഞെടുത്തു. എല്ലാവരും പറഞ്ഞേ, എന്നെ ദൈവം തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനകത്ത് ശബ്ദം കൂടാതെയല്ല. ഒന്ന് കൈയടിച്ചു പറഞ്ഞേ, തെരഞ്ഞെടുപ്പിനകത്ത് എന്തോ ഉണ്ട്? ഞാനിനി ശബ്ദം കേൾക്കത്തില്ലെന്ന് പറയരുത്. തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ ശബ്ദമുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാനായി കഴിയും. അതായത് യേശുവിനെ രക്ഷകനായി പറയുന്നത് തന്നെ, യേശുവിനെ ദൈവമായി അംഗീകരിക്കാൻ കഴിയുന്നത് തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവ് അന്ന് മുതൽ നമ്മളോടൊപ്പമുണ്ട്. അവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ ഉദ്ദേശത്തെ നമ്മളോട് അറിയിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് എന്തൊക്കെയാണോ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹമുള്ളത് അതെല്ലാം കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. ആ ശബ്ദത്തെ കേട്ടാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ ആൻറ്റിയുടെ പേര് സരോജം എന്നാണ്. ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആൻറ്റി വരുന്നത്. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പറഞ്ഞ സ്ഥലത്ത് കർത്താവ് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ആന്റി നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ഇത് ഓപ്പറേഷൻ ഇത് നട്ടലിനാന്ന് എന്റെ തോന്നുന്നില്ല. നട്ടലായിരുന്നു. എന്തുവായിരുന്നു പ്രശ്നം? കാലിനായിരുന്നു പ്രശ്നം. കാലിന്റെ രണ്ട് ചിരട്ടയ്ക്കകത്തായിരുന്നു പ്രശ്നം. സംതിങ് അങ്ങനെയായിരുന്നു ഒരു ഓർമ്മയുണ്ട്. 2 ആഴ്ച കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഓർമ്മയിലുണ്ട്. 3 വർഷത്തോളമായിട്ട് ആന്റിയുടെ 2 കാലിന്റെ മുട്ടിനും വേദനയായിരുന്നു. ആന്റി പറയുന്നത് ഒത്തിരി നടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ഒത്തിരി പ്രയാസത്തിലൂടെയായിരുന്നു പോയത്. ആ സമയം കഴിഞ്ഞ 2 മാസമായിട്ട് ആന്റി ഒത്തിരി പ്രയാസത്തിലായിരുന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേയിൽ 2 കാലിനെ മുട്ടിനും തേയ്മാനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ ആന്റിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം
ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആൻറ്റി വിശ്വാസത്തോടു കൂടി ചർച്ചിലേക്ക് വരികയും ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആൻറ്റി പറയുന്നത് ഇപ്പോൾ ആ പ്രയാസമില്ല, കർത്താവ് പൂർണ്ണമായി വിടുവിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ കരമൊന്ന് ഉയർത്തിട്ട് പറഞ്ഞേ, യേശുവിനാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല, യേശുവിനാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല, അങ്ങേക്ക് തുല്യമായ ആരുമില്ല. ഓ, കൈകളൊന്ന് അടിച്ചൊരു ആമേൻ പറഞ്ഞേ. അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, അടുത്തൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഡോക്ടേഴ്സിന് അസാധ്യമായത് കർത്താവിനാൽ സാധ്യമായത്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്ന ഒരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് സിസ്റ്റർ മുന്നിലായിരിക്കുന്നത്. സിസ്റ്ററിന്റെ സഹോദരൻ ലഭിച്ച ഒരു സാക്ഷ്യമാണ്. ബ്രദർ ജോലിക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് തളർന്നു വീണു. ഒരു സൈഡ് ഫുള്ളും തളർന്നു പോയി, കവിള് ചരിഞ്ഞു പോയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. എമർജൻസി ആയിട്ട് ICUലേക്ക് കയറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞത് ഒന്നും പറയാൻ പറ്റത്തില്ല, 24 hours കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ലെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആൻറ്റി പറയുന്ന പിറ്റേ ദിവസം യൂട്യൂബിൽ ജീസസ് ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു. ഈ സമയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രാജേന്ദ്രൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ സമയം എഴുന്നേക്കണമെന്ന് പറഞ്ഞു. ആന്റി വീട്ടിൽ തുള്ളിച്ചാടി അതിനെ റിസീവ് ചെയ്തു. ആന്റി പറയുന്നത് ആ സമയം തന്നെ ആ ബ്രദർ ICUലായിരുന്ന ബ്രദർ ചാടി എഴുന്നേറ്റു. തുടങ്ങി. ഡോക്ടേഴ്സ് പോലും അതിശയിക്കുന്ന വിധത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു എന്നാണ് ആന്റി പറയുന്നത്. അതായത് ചേച്ചി വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ICU യൂണിറ്റിൽ ഒരാൾ എഴുന്നേറ്റിരിക്കുവോ? നിങ്ങളെന്താ കൈയടിക്കാതെ? Something supernatural is going on. ചേച്ചി വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ICU യൂണിറ്റിൽ ഒരാൾ എഴുന്നേറ്റിരിക്കുവോ? ബ്രദറിന്റെ പ്രാർത്ഥന ഞാൻ TV-യിൽ ഭയങ്കരമാണല്ലേ കർത്താവ് ചെയ്യുന്ന പരിപാടികളല്ലേ, എത്ര കണക്റ്റഡ് അല്ലേ നമ്മളെല്ലാം. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ അപ്പുറത്തൊരാൾ എഴുന്നേറ്റിരിക്കുക എന്ന് പറയുമ്പോ ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾക്കായി സ്തോത്രം. ധാരാളം ചിലത് ചെയ്യട്ടെ, നിങ്ങളുടെ വീട്ടിലും ചിലത് ദൈവം സ്പർശിക്കട്ടെ. ഇന്ന് അസാധാരണമായ ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു. എങ്ങനെ ഞാൻ ബ്രദറിന്റെ TV-യിൽ പ്രാർത്ഥന കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ എന്റെ സഹോദരന് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഡോക്ടർ പറഞ്ഞ് 28 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് പറയാൻ പറ്റുള്ളൂ, മരണഘട്ടമാണ്, കാരണം 2 പ്രാവശ്യം അറ്റാക്കൊക്കെ വന്നതാണ്, അതുകൊണ്ട് ഡോക്ടർ പറയാൻ പറ്റില്ല. അപ്പം ബ്രദറിന്റെ പ്രാർത്ഥന ഞങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ടിരുന്ന സമയത്ത് ബ്രദർ പേര് വരെ പറഞ്ഞു. ഇപ്പോഴും മെഡിക്കൽ കോളേജ് ICUയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഒരു വർഷം തളർന്ന് ചെറിയൊക്കെ ഫോണിൽ കയ്യും കാലും സ്തംഭിച്ച് കിടക്കുന്ന ഒരു മകനെ രാജേന്ദ്രന്റെ ഈ നിമിഷം കർത്താവ് പറയാൻ ചാടി വിഴുന്നഴിച്ച് കയ്യും കാലെല്ലാം ചലനം ഉണ്ടാക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ അറിയുന്നില്ല എവിടെയാണ് കിടക്കണേന്ന് അറിയണില്ല, ഓർമ്മയില്ലാതെ കിടന്ന സമയത്താണ് ഈ ബ്രദർ ഈ സന്ദേശം പറയുന്നത്. ആ സമയത്ത് ICU ചാടി വിട്ട് നേടിയിട്ട് താഴെ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ കൊതി തീരത്തില്ല കേട്ടാൽ, വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടാൽ, ഇത് കർത്താവ് ചെയ്യുന്ന അത്ഭുതമാണ്. സന്തോഷത്തോടെ പറയാം. 3-ാം ദിവസം വീട്ടിൽ വന്നു. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവം ചെയ്യുന്ന ഓരോ നന്മകൾക്കും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാണ്. അത് നമ്മുടെ ലൈഫിൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ കാണിച്ചു തരുന്നതാണ്. ജീവിതത്തിൽ നിരാശയിലും വേദനയിലും അല്ലെങ്കിൽ രോഗത്തിൻ്റെ അങ്ങേയറ്റം എത്തിയ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയാൻ കഴിയും. നമ്മുടെ ലൈഫിലും കർത്താവിനെ അനുഭവിക്കുവാൻ കഴിയുന്നത്
ഒത്തിരി വലിയ കാര്യമാണ്. നിങ്ങളുടെ ദിവസങ്ങളിൽ ഓരോ അനുഭവങ്ങളിലും കർത്താവിനെ അനുഭവിച്ചാട്ടെ, അത്ഭുതങ്ങളിൽ ജീവിച്ചാട്ടെ. കർത്താവ് വലിയ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എന്താണോ ഭാരമെന്ന് തോന്നുന്നത്, പ്രയാസമെന്ന് തോന്നുന്നത്, മുൻപോട്ട് നീങ്ങുന്നില്ല എന്ന് തോന്നുന്നത്, അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളോടൊപ്പമാക്കിയിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞത് ഒറ്റയ്ക്കാണെന്ന് തോന്നാതിരിക്കാനാണ്. കർത്താവേ, ഈ കുടുംബങ്ങളിൽ അപ്പാ, ഈ വ്യക്തികളിൽ യേശുവേ അത് അനുഭവിക്കട്ടെ അപ്പാ, അതനുഭവിക്കട്ടെ അപ്പാ. തങ്ങളോട് സംസാരിക്കുന്ന ആ ശബ്ദത്തെ കേൾക്കാൻ കഴിയട്ടെ അപ്പാ, കേൾക്കാൻ കഴിയട്ടെ അപ്പാ, കേൾക്കാൻ കഴിയട്ടെ അപ്പാ. വിതക്കാരൻ്റെ വിത്ത് പല സ്ഥലങ്ങളിൽ വീണു. ചില സ്ഥലത്ത് വീണതിനെക്കുറിച്ച് പറയുന്നത് ലോകത്തിൻ്റെ ചിന്തകൾ വന്ന് ഞെരുക്കി ആ വിത്ത് മുളയ്ക്കുവാൻ തക്കോണം ഇടവന്നില്ല. എന്നാൽ നമ്മുടെ മനസ്സ് കർത്താവിനോടൊപ്പമായിരുന്നാട്ടെ, ആ ശബ്ദത്തിനൊത്തവണമായിരുന്നാട്ടെ. കർത്താവിന് നിങ്ങളെ പണിയുവാൻ തക്കോണം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. കർത്താവെ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങൾ സ്വസ്ഥതയിലും സമാധാനത്തിലുമാകുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകഭാരങ്ങൾ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. സ്വസ്ഥതയുണ്ടാകട്ടെ അപ്പാ, സ്വസ്ഥതയുണ്ടാവട്ടെ അപ്പാ. വീട്ടിൽ സമാധാനം ചലിക്കട്ടെ അപ്പാ. യേശുവയോട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ആമേൻ. അവൻ്റെ കൃപയിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.